അഡ്വക്കേറ്റ് വി പി ശ്രീപത്മനാഭൻ, ശ്രീ എം ജയചന്ദ്രൻ പറഞ്ഞ് അവസാനിപ്പിച്ച ആ പോയിന്റിൽ നിന്ന് നമുക്കൊന്ന് തുടങ്ങണം. അദ്ദേഹം ഈ ബ്ലൂ എക്കോണമിയെ ഓഷ്യൻ ക്യാപിറ്റലിസം എന്നാണ് ഈ ഘട്ടത്തിൽ വിശേഷിപ്പിക്കുന്നത്. നോക്കൂ, അദ്ദേഹവും ചൂണ്ടിക്കാട്ടുന്നത് ധാതുമണലിൻ്റെ കേരളത്തിൻ്റെ ഒരു അക്ഷയഖനിയെക്കുറിച്ചാണ്. അദ്ദേഹം CMRLൻ്റെ ഉപസ്ഥാപനമായ KRML ഈ ഖനനത്തിൽ കൂടെ അവർക്കുള്ള ലൈസൻസ് നേടി 3 വർഷത്തോളം ഇത് കൊണ്ടു നടന്നു എന്നുള്ള കാര്യം ഒന്ന് മറച്ചു വയ്ക്കാൻ ശ്രമിക്കുകയാണെന്ന് തോന്നുന്നു. കാരണം 2019 ഈ സ്വകാര്യ മേഖലയിൽ 3% ധാതു മണലിൻ്റെ സാന്നിധ്യമുള്ള ഇടത്ത് ഈ ധാതുമണൽ ഖനനം സ്വകാര്യ കമ്പനികൾക്ക് പാടില്ല എന്ന് കേന്ദ്ര സർക്കാർ നിയമം കൊണ്ടുവന്നിട്ടും 2023 CMRLൻ്റെ ആ ലൈസൻസ്, KRMLൻ്റെ ലൈസൻസ് റദ്ദാക്കുന്ന സാഹചര്യം ഉണ്ടായത്. അപ്പോൾ കരിമണൽ കർത്തയ്ക്ക് വളരെ കൃത്യമായി അവിടെ നിന്ന് ഈ ധാതുമണൽ കൊള്ളയടിക്കാനുള്ള അവസരം ഒരുക്കി നൽകിയ ഒരു സർക്കാരാണ് പിണറായി സർക്കാർ. ആ മാസപ്പടി പേരുള്ള PK കുഞ്ഞാലിക്കുട്ടി ആണ് വ്യവസായ വകുപ്പ്. ആ കുഞ്ഞാലിക്കുട്ടിയാണ് ഇപ്പോൾ ഈ പുതിയ ഇടനാഴി കൈകാര്യം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇടത് മാറി വലത് വന്നു. പക്ഷെ അപ്പോഴും കരിമണൽ ലോബിയെ ഏതെങ്കിലും വിധത്തിൽ സഹായിക്കുന്ന ആ നിലപാട് തുടരാനുള്ള സാധ്യതയാണ് കാണുന്നത്. അങ്ങനെ വിലയിരുത്തേണ്ടി വരുമോ? അല്ല, ഞാൻ ആദ്യം ബ്ലൂ എക്കണോമിനെ പറ്റി സംസാരിക്കാം. ബ്ലൂ എക്കണോമി കൊണ്ട് കേന്ദ്ര സർക്കാർ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് ഈ കമ്മ്യൂണിസ്റ്റുകാർക്ക് മനസ്സിലായിട്ടില്ല, ഇടതുപക്ഷത്തിന് മനസ്സിലായിട്ടില്ല. അവർ എന്താ പറയുക, തൊട്ടതിന് പിടിച്ചതിനൊക്കെ ക്യാപിറ്റലിസം എന്ന് പറയുന്നത്. ഇപ്പോൾ അവരുടെ സന്തത സഹചാരികൾ ക്യാപിറ്റലിസ്റ്റുകളാണ്. ക്യാപിറ്റലിസ്റ്റുകളുടെ കൂടെ ഒട്ടി നിന്ന് എന്തെങ്കിലും കിട്ടുന്നത് വാങ്ങിയിട്ട് വീട്ടിൽ കൊണ്ടുപോകുക എന്നുള്ളൊരു ഏർപ്പാടാണ് ഇപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ കേരളത്തിലും ഇന്ത്യയിലൊക്കെ നടപ്പിലാക്കിയത്. അങ്ങനെയാണ് ലാവ്ലിൻ കേസ് വന്നത്, അങ്ങനെയാണ് ഇപ്പോൾ CMRL കേസ് വന്നത്. മാത്രമല്ല, നേതാക്കന്മാരെ മക്കളൊക്കെ ക്യാപിറ്റലിസ്റ്റ് രാജ്യങ്ങളിൽ പോയിട്ട് പഠിക്കാനുണ്ടായ സാഹചര്യവും അതാണ്. അപ്പോൾ അവരുദ്ദേശിക്കുന്നതല്ല ഈ രാജ്യത്തിൽ 10,000 എന്താ പറയുക കോടിയിലധികം വാർഷിക വരുമാനം രാജ്യത്തിന് നൽകുന്ന ഒരു സംവിധാനമാണ് നമ്മുടെ കടൽ മത്സ്യസമ്പത്ത്. മാത്രവുമല്ല, ഏതാണ്ട് 10 മുതൽ 15 കോടി വരെയുള്ള ആളുകൾ നേരിട്ടും അല്ലാതെയും ഉപജീവന മാർഗം കണ്ടെത്തുന്നത് ഈ മത്സ്യസമ്പത്തിലൂടെയാണ്. അപ്പോൾ ഈ മത്സ്യം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് പ്രധാനമായും കടലിലും അതോടൊപ്പം തന്നെ ഉൾനാടൻ ജലാശയങ്ങളിലുമാണ്. ഇവിടെ കുറേ കാര്യങ്ങൾ ആവശ്യമാണ്. അതായത് കടലിൻ്റെ ഈ പരിസ്ഥിതി മുതൽ കടലിലെ എന്താ പറയുക, നമ്മൾ ഈ മാലിന്യം വല്ലാണ്ട് നിക്ഷേപിക്കപ്പെടുന്നു. കടലിൽ ചില ജീവികൾ നിലനിന്നാൽ മാത്രമേ മത്സ്യസമ്പത്ത് ഉണ്ടാവുള്ളൂ. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ബഡ്ജറ്റിൽ ആമ കിട്ടിയെന്ന് പറഞ്ഞു. ഇവിടെ ഈ ആമ സംരക്ഷണം ഒരു അത്യാവശ്യമാണ്. ഇല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന നമ്മൾ പിടിക്കുന്ന മത്സ്യം പല വിദേശ രാജ്യങ്ങളും ആ കാരണം പറഞ്ഞ് അവർ വേണ്ടെന്ന് പറയും. കാരണം ആമയുടെ എന്താ പറയുക ആവാസ വ്യവസ്ഥയെ തകർത്തുകൊണ്ടാണ് ഇന്ത്യ മത്സ്യബന്ധനം നടത്തുന്നതെന്നുള്ള പ്രചരണം വരെ വന്നു തുടങ്ങിയിരുന്നു. അപ്പം അതുകൊണ്ടാണ് പല സ്ഥലത്തും ആമ സംരക്ഷണം, ആമ കുഞ്ഞുങ്ങളുടെ മുട്ട വിരിയാനുള്ള സാഹചര്യം സൃഷ്ടിക്കൽ, അതിന് വേണ്ട സംരക്ഷണം, അതൊരു വലിയ സംവിധാനം തന്നെ ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മത്സ്യസമ്പത്തിനെ, നമ്മുടെ മത്സ്യ മാർക്കറ്റിനെ അത് ബാധിക്കും. അപ്പോൾ കടലിൻ്റെ പരിസ്ഥിതി, കടലിൽ പോകുന്നവൻ്റെ ജീവിത നിലവാരം, അവൻ്റെ ആരോഗ്യം, അതോടൊപ്പം തന്നെ ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യ, എവിടെ മത്സ്യമുണ്ട് എന്ന് കണ്ടെത്താൻ സാധിക്കുന്ന വിദ്യ, എവിടെയാണ് മത്സ്യം ആവശ്യമുള്ളത് എന്ന് കാരണം ചില സ്ഥലങ്ങളിൽ അമിതമായ രീതിയിൽ ചില മത്സ്യം ലഭിക്കുന്നു, അപ്പോൾ അവിടെ വില ഇടിയുന്നു. എന്നാൽ അതേ മത്സ്യം ആവശ്യമുള്ള സ്ഥലങ്ങളിൽ ആ മത്സ്യം ലഭിക്കാതിരിക്കുന്നു. അപ്പോൾ മത്സ്യത്തിൻ്റെ ലഭ്യത എവിടെ, ആവശ്യകത എവിടെ, ഡിമാൻഡ് എവിടെ, സപ്ലൈ എവിടെ, ഇതൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ അറിഞ്ഞ് ഇവർക്ക് ഇത് കൃത്യസമയത്ത് മൂവ്മെൻറ്റ് നടത്താൻ ലോജിസ്റ്റിക്സ് വേണം. ഇപ്പോൾ ഫ്രൈറ്റ് കോറിഡോർ വന്നിരിക്കുകയാണ്. ഇന്ത്യയിൽ ചരക്ക് ഗതാഗതത്തിന് വേണ്ടി മാത്രം ഈ തീവണ്ടി ഗതാഗതം, അതായത് ചരക്ക് തീവണ്ടികൾക്ക് മാത്രം ലൈനുകൾ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ രാജ്യത്തിൻ്റെ വിവിധ മേഖലയിൽ ഉൽപ്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ ലഭ്യമാവുന്ന ഭക്ഷ്യവസ്തുക്കളും മറ്റും കൃത്യമായി എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിക്കാനുള്ള സംവിധാനങ്ങൾ, അതിനാണ് ഈ ഹൈവേ നിർമ്മാണം, ഈ റെയിൽവേ മേഖലയിലുള്ള വികസനം. ഇതൊന്നും കമ്മ്യൂണിസ്റ്റുകാർക്ക് അറിയില്ല. കാരണം 34 കൊല്ലം അവർ ഭരിച്ച ഒരു സംസ്ഥാനം ഇന്ത്യയിലെ ഏറ്റവും ദരിദ്ര സംസ്ഥാനമാണ്.
ഇന്ത്യ രാജ്യത്ത് നമ്മളൊക്കെ വിചാരിച്ചത് ബീഹാറാണ് ഏറ്റവും ദരിദ്ര സംസ്ഥാനം എന്നാണ്. പക്ഷേ ഇപ്പോഴാണ് മനസ്സിലായത്, BJP അധികാരത്തിൽ വന്നപ്പോഴാണ് കൃത്യമായി BJPക്ക് മനസ്സിലായത് ഇന്ത്യ രാജ്യത്ത് ഏറ്റവും ദരിദ്ര സംസ്ഥാനം ബംഗാളാണ്. BJP ഭരിക്കുന്നതും ബീഹാറിലാണ്. BJPക്ക് മുഖ്യമന്ത്രിയാണ് ബീഹാറിലുള്ളത്, BJPയുടെ മുഖ്യമന്ത്രിയാണ് ബംഗാളിലുള്ളത്. ഇത് രണ്ടും ഇപ്പോൾ BJPയുടെ കീഴിലാണ്. ആധികാരികമായി ഇന്ന് BJPക്ക് പറയാം ഇന്ത്യയിൽ ഏറ്റവും ദരിദ്ര സംസ്ഥാനം അത് ഇവർ 34 കൊല്ലം ഭരിച്ച ബംഗാളാണ്. അപ്പോൾ ഇവർക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലായി, വികസനമൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇവർ പാവപ്പെട്ടവൻ്റെ കുട്ടികൾക്ക് എന്തെങ്കിലും സൗകര്യം കിട്ടുന്ന സ്കൂളുകൾ ഉണ്ടാക്കുന്ന PMCയെ വരെ എതിർക്കുന്നവരാണ്. കാരണം ഇവരുടെയൊക്കെ മക്കൾ വിദേശത്താണല്ലോ പഠിക്കുന്നത്. ഇവിടെ ഈ കുട്ടികൾ വിദേശത്ത് പോയി പഠിക്കാനുള്ള സാഹചര്യം സൃഷ്ടിച്ചത് ഈ ഇടതുപക്ഷ അധ്യാപക വിദ്യാർത്ഥി സംഘടനകളാണ്. അവർ ഈ രാജ്യത്തെ കേരള സംസ്ഥാനത്തെ ക്യാമ്പസുകൾ കലാപഭൂമികളാക്കിയപ്പോഴാണ് രക്ഷിതാക്കൾ കുട്ടികളെ എന്നാൽ പിന്നെ തൊന്തരവ് വേണ്ടടോ, നമ്മുടെ മക്കളെ എവിടുന്നെങ്കിലും കടവും വരവും വാങ്ങിയിട്ടോ വിറ്റ് പെറുക്കിയിട്ടോ വിദേശത്ത് അയക്കാമെന്ന് തീരുമാനിച്ചത്. അപ്പോൾ ഇതൊന്നും ഇവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അവർ കുറേ ഓമന പേര് കുറേ പഠിച്ച വാക്കുകളുണ്ട്, ക്യാപിറ്റലിസം, ബൂർഷ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിങ്ങനെ ഉരുവിട്ട് ഇപ്പോൾ കനലിൽ ഒരു തരിയുള്ളത് അതും കെട്ടു, ഇപ്പോൾ എവിടെ ഇല്ലാണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവർ പറയുന്നതൊന്നും നമ്മൾ ബ്ലൂ എക്കണോമിയുടെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട. പുതിയ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം പുതിയ ഗവൺമെൻറ്റിന് നേതൃത്വം കൊടുക്കുന്ന ആൾക്കാർ ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി കേന്ദ്ര പദ്ധതികൾ മനസ്സിലാക്കി സഹകരിച്ച് മുന്നോട്ട് പോയാൽ അവർക്ക് ഗുണം ചെയ്യും. മറ്റൊരു കാര്യം കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് ഇപ്പം നിയമം കർശനമാണ്. ആ കർശനമായ നിയമത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്താൽ സംസ്ഥാനത്തിനും രാജ്യത്തിനും വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കും. അങ്ങനെ ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ കേരളത്തിൽ ഇപ്പോൾ അധികാരത്തിൽ വരുന്ന സർക്കാർ ശ്രമിക്കണമെന്നാണ് പറയാനുള്ളത്. അതല്ല കേന്ദ്ര നിയമങ്ങളും മറ്റുമൊക്കെ ലംഘിച്ച് ഏതെങ്കിലും രീതിയിൽ 4 ഉറുപ്പ്യ ഉണ്ടാക്കുക എന്നുള്ള രീതിയിൽ പോയാൽ പിന്നെ ED-കാരൻ്റെ പിന്നാലെ ഇപ്പം മോള് ഇന്ന് കയറി ഇറങ്ങിയല്ലോ ബാങ്ക് ED-കാരെ കൂടെ ഇങ്ങനെ നടക്കേണ്ടി വരും. അപ്പം അതിനുള്ള സാഹചര്യം ഒന്നും ഉണ്ടാക്കണ്ട എന്നാണ് പറയാനുള്ളത്. ഓക്കെ.